പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാനൊന്ന് റോഡ് വരെ പോവുകയാണേ. കുറച്ച് കാടുകളൊക്കെ താണ്ടിയിട്ട് വന്നിട്ട് ഞാനിപ്പോൾ കനാലിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഞാനിപ്പം പാലത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അതായത് പഴശ്ശി ഡാമെന്ന് വരുന്ന കനാലിൻ്റെ പാലത്തിൻ്റെ മുകളിൽ. അപ്പോൾ ഇത്രയും മഴ പെയ്തിട്ട് ഇവിടെ വെള്ളത്തിന് ഭയങ്കര ക്ഷാമം. ആ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഈ കനാലിലൂടെ ഒഴുകുന്ന വെള്ളം ഇതുവരെയായിട്ടും ഈ കനാൽ നിറഞ്ഞിട്ടില്ല. ഈ മുട്ടിന് താഴെ മാത്രമാണ് വെള്ളം. ആ ഒരു എല്ലാ നാട്ടിലും വെള്ളപ്പൊക്കം. നമ്മുടെ നാട്ടിലെ സ്ഥിതി കാണിച്ചു തരട്ടെ ഞാൻ. ഇവിടെ ഇന്ന് മഴയുണ്ടായിട്ടില്ല. അപ്പോൾ ഇത്രയും ദിവസം നല്ല മഴ തന്നെയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഞാനിപ്പം നിൽക്കുന്നത് കനാലിൻ്റെ മുകളിലാണ്. കനാലിൻ്റെ പാലത്തിൻ്റെ മുകളിൽ കണ്ടേ, ഇതാ ഇവിടുത്തെ കനാലിലെ വെള്ളമാണ് ഇത്. ഇത് കണ്ടില്ലേ? അതുപോലെതാ കനാലിൻ്റെ പകുതി പോലും ആയിട്ടില്ല. പകുതി എന്നല്ല, ഒരു മുട്ടോളം പോലും വെള്ളമില്ല. ഇവിടുത്തെ സ്ഥിതി ഇതാണ്. ഇത് എൻ്റെ നാട്. അപ്പോൾ മഴ എത്ര പെയ്താലും ഇവിടെ വെള്ളം ഉണ്ടാവില്ല. കണ്ടില്ലേ? അതുപോലെ തന്നെ കുറച്ച് ഇങ്ങോട്ടൊക്കെ പോയി നോക്കാം നമുക്ക്. ഇത് കണ്ടോ? ഇതൊക്കെ ഇടവഴിയാണ്. ഇവിടെയൊന്നും വെള്ളം എന്ന് പറഞ്ഞ് ഇല്ല. അപ്പോൾ എല്ലാ സ്ഥലത്തും വെള്ളപ്പൊക്കമായിട്ട് നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ അവസ്ഥയാണ് ഉള്ളത്. ഇത് കണ്ടോ? ജീവിക്കാൻ സുഖസുന്ദരമായ സ്ഥലമാണ്. ഇവിടെ കുന്നോ മലയോ അങ്ങനെ ഒരു സംഭവമില്ല. നമുക്ക് വെള്ളം കയറൽ അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. ഇത്രയും വർഷമായിട്ട് എൻ്റെയൊക്കെ ഇത്രയും വയസ്സിനിടക്ക് അങ്ങനെ ഒരു വെള്ളപ്പൊക്കമോ വെള്ളം കയറലോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാകുന്നത്. ഇതൊക്കെ കണ്ട. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെയൊന്നും വീടില്ലെന്ന്. വീടൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ വീടുണ്ട്. പക്ഷേങ്കിൽ എല്ലാം മരങ്ങളിലിങ്ങനെ പച്ച പൊതിച്ച് നിന്നതുകൊണ്ട് വീടുകളൊന്നും കാണുന്നില്ല. എന്തായാലും ഞാൻ ഇതുവഴിയൊക്കെയാണ് ഡെയിലി അല്ല, കണ്ണൂരൊക്കെ പോകുമ്പോൾ നടന്നിട്ട് പോയിട്ട് ബസ്സിന് കയറാറ്. അപ്പോൾ ഇതാണ് എൻ്റെ നാട്. കാണാനും ഭയങ്കര സൗന്ദര്യമുള്ള സ്ഥലമല്ലേ അല്ലേ? അടിപൊളി. പിന്നെ ഇനി കുറച്ച് അപ്പുറത്ത് നിർത്തി കാണിച്ചു തരാം കേട്ടോ. കനാലെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ വെള്ളം. മഴ പെയ്തപ്പോൾ തന്നെ ഈ കനാലിൽ നിറച്ചും വെള്ളം ഉണ്ടാകുന്നതാണ്. ഇവിടുത്തെ ഒരു അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇപ്രാവശ്യത്തെ ഈ സ്ഥലത്തിലെന്ന് പറഞ്ഞാൽ മഴ പെയ്താൽ പെട്ടെന്നിങ്ങനെ വെള്ളം പൊന്തിയിട്ട് നിറച്ചും ഉണ്ടാകുന്നതാണ്. ഇപ്രാവശ്യത്തെ ഇത്രയും മഴ പെയ്തിട്ട് മുട്ട് വരെ മുങ്ങാനുള്ള വെള്ളം ഇല്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണിക്കണം. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നതും ആങ്കറിങ്ങും. അതുകൊണ്ട് തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ നാട്ടിലെ മഴ പെയ്താലുണ്ടാകുന്ന അവസ്ഥ. റോഡിലൊക്കെ നോക്കിയാൽ ഇത് കുറച്ച് നേരത്തെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമേ ഇല്ല. അതുപോലെ കനാൽ കണ്ട ഇപ്പം മൊത്തം കാണാം. അങ്ങനെ ഇങ്ങോട്ട് ഞാൻ ഇത്രയും നടന്നു വന്ന സ്ഥലവും അതുപോലെ ഞാനിന്ന് മീൻ വല്ലതും കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് റോഡിലേക്ക് പോക്കാം. അപ്പോൾ ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. കാരണം എല്ലാ സ്ഥലത്തും ഭയങ്കര വെള്ളപ്പൊക്കമൊക്കെ അല്ലേ. അപ്പോൾ എന്തായാലും നമ്മളെ നാടിൻ്റെ ഭംഗി അടിപൊളിയല്ലേ അല്ലേ? അപ്പോൾ നിങ്ങൾ പറയും മഴ പെയ്ത എല്ലാ നാടും ഇങ്ങനെ തന്നെയായിരിക്കും, ഇതിന് വലിയ പ്രത്യേകതയൊന്നുമില്ല. എന്തായാലും നമ്മളെ നാട്ടിൽ ജീവിക്കാൻ ഭയങ്കര സുഖമാണ്. കാരണം യാതൊരു പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ട്. പിന്നെ എയർപോർട്ട് ഇത് അങ്ങോട്ടാണ് കേട്ടോ. ഇപ്പം കുറച്ച് നേരത്തെ ഒരു ഫ്ലൈറ്റ് പോയല്ലേ, ഫ്ലൈറ്റിനും കൂടി കിട്ടുമായിരുന്നു. ഞാൻ പിന്നെ അങ്ങനെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. ഇത് കണ്ട എൻ്റെ ബാക്കിൽ കണ്ട ഇത് കനാലാണ്. പഴശ്ശി ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണിത്. വെള്ളമാണെന്നല്ല, അവിടെ നിന്ന് വരുന്ന കനാലാണ്. അപ്പോൾ ഇത് പോയി ജോയിൻ ചെയ്യുന്നത് വളവട്ടണം പുഴയിലേക്കാണ്. അപ്പോൾ മഴക്കാലം തുടങ്ങുമ്പം തന്നെ ഈ കനാൽ നിറഞ്ഞ് കവിയുന്ന അവസ്ഥയുണ്ടാവാറുണ്ട്. ഈ വർഷം ഇത്രയും മഴ പെയ്തിട്ടും ഇവിടുത്തെ ഈ ഒരവസ്ഥ നോക്കിയാട്ടെ. ഞങ്ങളുടെ നാട്ടിൽ ജലത്തിന് ക്ഷാമം. ഇത്രയും മഴ പെയ്തിട്ട് ഒന്ന് നോക്കിയേ. ഇതാണ് ഇവിടുത്തെ കാഴ്ച. ഒരു വീട് കണ്ടോ? അതുപോലെ ഇവിടെ 2 വീട്. ഇതൊന്നല്ല വീട് ഇഷ്ടം പോലെ ഉണ്ട്. കാണുമ്പോൾ വിചാരിക്കും വീടൊന്നും ഇല്ലാത്ത സ്ഥലമാണെന്ന്. വീട് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ പച്ചപ്പ് നിറഞ്ഞതുകൊണ്ട് അങ്ങനെ പ്രകൃതി ഭംഗി
ഹരിതഭംഗിയോട് കൂടിയിട്ട് ഉള്ളൊരു സ്ഥലമാണ്. അങ്ങനെ എൻ്റെ കോഴിയോടത്തിയിലെത്തിയിട്ടുണ്ട്. മീനെന്തോ വലിയ വിലേൻ്റെ സാധനമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ചെറിയ പൈസേൻ്റെ നമ്മളെ സാധാരണക്കാർക്ക് പറ്റിയ മീനൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം എന്ത് മീനാണ് ഉള്ളതെന്ന്. എന്തൊരു തിരക്കാം. അപ്പോൾ ഇതാ ഞാൻ 1/2 കിലോ നെത്തൽ വാങ്ങിയിട്ടുണ്ട് അല്ലേ? 1/2 കിലോ നെത്തല്. നെത്തലും പടക്കുന്നുണ്ടോ? ഇനിയിപ്പോൾ എത്ര ദിവസം കഴിഞ്ഞാൽ വില കുറയോ? മഴ നിന്നാൽ വില കുറയുന്ന പറയുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ മീന് നെത്തലാന്ന് വാങ്ങിയത്. അതുകൊണ്ട് ഒരു കറി വെക്കട്ടെ കേട്ടോ.